അസ്സലാമു അലൈക്കും. ഉമ്മൂസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചക്കക്കുരു മാങ്ങയും കറി കേട്ടോ. ആ ചക്കക്കുരു നല്ല തൊലിച്ച് കഴുകി വെച്ച് മാങ്ങ മുറിച്ച് വെച്ച് തേങ്ങ ചിരകി കാന്താരിയും പിന്നെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ജീരകം കൂടി കൂട്ടി അരക്കണം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ട് വേവിക്കട്ടെ. ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ മൂടി വെച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ തേങ്ങ ഇതെല്ലാം കൂടി ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുക കേട്ടോ. തേങ്ങ വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് ഒക്കെ ഇട്ട് 2 മണി ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രസം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മളെ കറി നല്ലതാട്ടോ. മാങ്ങയും ഒക്കെ വെന്ത് നല്ല കറിയായി. നാളെ ഞാൻ ചക്കക്കുരു ഇതും കൂടെ വെച്ച് മുരിങ്ങലയും കൂടെ പാൽക്കറിയാണ് വെച്ച് നല്ല. ഇതിലേക്ക് ഉപ്പിട്ടു. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ വേണ്ട, തേങ്ങ ചിരകിയത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങയും കാന്താരി മാത്രമേ പിന്നെ വെളുത്തുള്ളിയാണ്. അത് ഗ്യാസ് ഇല്ലാതിരിക്കാനാണ്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ജീരകമൊക്കെ അരച്ചിട്ട് ഇത് ഈ കറിക്ക് ഉണ്ടാക്കി നോക്കിയാൽ അത് ഉണക്കൽ വറുത്തത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ കറി ഒന്ന് തിളക്കട്ടെ. നമ്മൾ നല്ല തിള വന്ന് 2 കരിവേപ്പില ഇട്ട്. അപ്പം ഞാൻ താളിക്കാൻ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണയൊക്കെ കുറച്ച് മതി. തേങ്ങയുള്ള കറിയായതുകൊണ്ട്. ഇത് നമ്മളിനി ഓഫാക്കുക. ഓഫാക്കാണ്. നല്ല തിളച്ച് കടുക് പൊട്ടി. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ചുവന്നമുളക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമുളക് ഇട്ട് 2 കരിവേപ്പില ഇട്ട് കൊടുക്കുക. താളിക്കുന്നതിൽ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ മതി. തേങ്ങയിലും കൂടി കൊളസ്ട്രോളും. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടോ. താളിച്ച കറി അല്ല തേങ്ങ അരച്ച കറി റെഡിയായി. അപ്പം നമ്മളെ കറി റെഡിയായിട്ട് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടാക്കി നോക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുതേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.